പൊന്നാനി തുറമുഖത്തെ മണൽ നീക്കം ചെയ്യാൻ ഡ്രഡ്ജറെത്തി. കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുറവിളികൾക്കൊടുവിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ആഴം കൂട്ടൽ പ്രവർത്തികളുടെ ഭാഗമായാണ് ഡ്രഡ്ജർ പൊന്നാനിയിലെത്തിയത്. മണൽ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും. കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുറവിളികൾക്കൊടുവിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ആഴം കൂട്ടൽ പ്രവർത്തികളുടെ ഭാഗമായി ഡ്രഡ്ജർ പൊന്നാനിയിലെത്തി. നിലവിലെ ആഴം പരിശോധിച്ച ശേഷം മണ്ണെടുപ്പ് ആരംഭിക്കും. വേലിയിറക്ക സമയത്ത് ജലനിരപ്പിൽ നിന്ന് 3.5 മീറ്റർ താഴ്ചയും വേലിയേറ്റ സമയത്ത് 4.5 മീറ്റർ താഴ്ചയും ആഴം കണക്കാക്കിയാണ് ഡ്രഡ്ജിംഗ് നടക്കുക. ഇതോടൊപ്പം അഴിമുഖത്ത് സൗണ്ടിംഗ് സർവേയും നടക്കും. നിലവിലെ ആഴവും മണ്ണിന്റെ ലെവലും പരിശോധിച്ച് അടയാളപ്പെടുത്തും. പിന്നീട് ആഴം കൂട്ടൽ കഴിഞ്ഞാലും സമാനമായ പരിശോധനയുണ്ടാകും. 2 സർവേകളുടെ കണക്കും പുറത്തെടുത്ത മണ്ണും കണക്കുകൂട്ടിയാണ് ആഴം കൂട്ടലിന്റെ തോത് ഉറപ്പാക്കുക. ഹൈഡ്രോഗ്രാഫിക് ഉദ്യോഗസ്ഥരുടെ ആദ്യ സർവേ കഴിഞ്ഞാലുടൻ മണ്ണെടുപ്പ് തുടങ്ങും. അടുത്ത ആഴ്ച ഡ്രഡ്ജർ പുഴയിലിറക്കി പണി തുടങ്ങും. സർവേ റിപ്പോർട്ട് ഹാർബർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് കൈമാറും. 6.37 കോടി രൂപ ചിലവിലാണ് ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നടക്കുന്നത്. ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ ആദ്യഘട്ട ഡ്രഡ്ജിംഗ് നടക്കും. തുടർന്ന് മഴ കഴിഞ്ഞാൽ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ പുനരാരംഭിക്കും. പൊന്നാനി അഴിമുഖത്ത് മണലടിഞ്ഞു കിടക്കുന്നത് മൂലം മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭീഷണിയാണ്. നേരത്തെ തകർന്ന വള്ളങ്ങളുടെ അവശിഷ്ടങ്ങളും അഴിമുഖത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് യാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമാവുകയാണ്. കൂടാതെ വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ മണ്ണിൽ തട്ടുന്നതായും ആക്ഷേപമുണ്ട്. 4 വർഷം മുമ്പ് ഹാർബർ പ്രദേശത്ത് ഹൈഡ്രോഗ്രാഫിക് സർവേ നടന്നിരുന്നു. അന്നത്തെ അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ ആഴമെന്നാണ് പ്രാഥമിക നിഗമനം. ആഴം കൂട്ടൽ നടക്കുന്നതോടെ കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമാകും. പേജ് ടി വി ന്യൂസ് പൊന്നാനി. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.